Hello, hi everybody. Myself Srejit, one of the faculty of Brilliant Studies in Urpala. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ +1 നിങ്ങളുടെ ഒരു എൻട്രി ആണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ +1 ബയോളജി എസ്പെഷ്യലി ബോട്ടണി പാർട്ടിലെ കുറച്ച് ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം ഒരു 13 ചാപ്റ്റർ നമുക്ക് +1 പഠിക്കാറുണ്ട് ബോട്ടണിക്ക് അതിൽ മാത്രം. അപ്പോൾ ആ ബോട്ടണിയിൽ നമ്മൾ പഠിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാ ചാപ്റ്ററിനും നമുക്ക് ക്വസ്റ്റ്യൻസ് പബ്ലിക് നീറ്റിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലെ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ +1 കയറുമ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി നോക്ക് ആൻഡ് കോർണർ നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബേസ്, ചാപ്റ്ററിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഓരോ കാര്യത്തിൻ്റെയും ഡീറ്റെയിൽസ്, അതായത് നമുക്കൊരു എൻട്രൻസ് ലെവലിൽ വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പഠിക്കും. നമ്മൾ +1 ക്ലാസ്സിൽ പഠിക്കും, ശരിയല്ലേ? നമ്മുടെ ലോങ് ടൈം ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് അവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് എളുപ്പമാകണം, നിങ്ങൾക്ക് ആ കണ്ടൻറ്റൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാവണം. പിന്നെ ബാക്കി നമുക്ക് അങ്ങ് പെട്ടെന്ന് ഫോളോ ചെയ്ത് ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തിൽ ഒരു ബേസ് ഇട്ട് തരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം, അല്ലേ? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല, നമുക്കൊരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള നോളജാണ് നമുക്ക് ഇന്ന് കിട്ടേണ്ടത്, അല്ലേ? പിന്നെ സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു കാര്യം, നിങ്ങൾ ഏകദേശം ഒരു 8ാം ക്ലാസ് തൊട്ട് സെല്ലിനെ പറ്റി പഠിച്ചു തുടങ്ങിയതാണ്. 8ലും പഠിച്ചു, 9ാം ക്ലാസ്സിലും പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഒരു ഉണ്ട്, അല്ലേ? അപ്പം നമുക്ക് എൻട്രൻസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് വേണ്ടത്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് സമയമൊന്നും കളയാതെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ കണ്ണലിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ ഏത് സെല്ലെടുത്താലും, ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റ് സെൽ എടുത്താലും, ഒരു ആനിമൽ സെല്ലിനെ നമ്മൾ എടുത്താലും, അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസിനെ നമ്മൾ എടുത്താലും, എല്ലാ സെല്ലിനും ഒരു ബേസിക് ഫ്ലൂയിഡ് പാർട്ടുണ്ട്. എല്ലാ സെല്ലിനും ഒരു ബേസിക് ഫ്ലൂയിഡ് പാർട്ടുണ്ട്. നമ്മൾ ആ ബേസിനെ വിളിക്കുന്ന പേര്, ആ ബേസിക് ആയിട്ടുള്ള ആ ഫ്ലൂയിഡിനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേര് സെല്ലിൻ്റെ സൈറ്റോസോൾ എന്നാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ഐഡിയ അതാണ്, സൈറ്റോസോൾ. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് സൈറ്റോസോൾ. അപ്പോൾ സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഫ്ലൂയിഡ് പാർട്ട് ഇൻ ദി സെൽ, ഫ്ലൂയിഡ് പാർട്ട് ഇൻ ദി സെൽ. അപ്പോൾ നമ്മളൊരു പാത്രം, ഒരു ബക്കറ്റ് എടുക്കുന്നു, ആ ബക്കറ്റിനെ നമ്മൾ സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബക്കറ്റിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഞാൻ ഒഴിച്ചിരിക്കുന്ന പച്ച വെള്ളം സെല്ലിൽ നിറയ്ക്കുന്ന ഫ്ലൂയിഡാണെന്ന് പറയാം. ദാറ്റ് ഈസ് ബക്കറ്റ് ഒരു സെല്ല് എങ്കിൽ ആ ബക്കറ്റ് നിറയ്ക്കുന്ന ആ വെള്ളം സെല്ലിൽ നിറയ്ക്കുന്ന ഫ്ലൂയിഡാണെന്ന് നമുക്ക് പറയാം. എങ്കിൽ ആ ഫ്ലൂയിഡിനെ, ആ വെള്ളത്തിനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരെന്താ? സൈറ്റോസോൾ എന്ന് വിളിക്കും. സോ സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഫ്ലൂയിഡ് പാർട്ട് ഇൻ ദി സെൽ, ദാറ്റ് ഈസ് എ ഫ്ലൂയിഡ് പാർട്ട് ഇൻ ദി സെൽ. ഓർക്കാവല്ലോ. അപ്പോൾ ഫ്ലൂയിഡ് പാർട്ട് എന്ന് വെച്ചാൽ ഏത് പറയും? സൈറ്റോസോൾ. ഏതാ? സൈറ്റോസോൾ. സോ ആ ബക്കറ്റിലെ വെള്ളത്തിലൂടെ ഞാൻ കുറച്ച് സ്റ്റോൺ വർക്ക് ഇടുന്നു. പല വലിപ്പമുള്ള സ്റ്റോൺ ആയിക്കോട്ടെ. ഞാൻ എടുത്തിട്ട 1ാമത്തെ സ്റ്റോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ പേര് കേട്ടിട്ടുണ്ടല്ലോ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന്. ഞാൻ എടുത്തിട്ട് 2ാമത്തെ സ്റ്റോൺ ഗോൾജി ബോഡി, 3ാമത്തെ സ്റ്റോൺ ലൈസോസോം, 4ാമത്തെ സ്റ്റോൺ റൈബോസോം, 5ാമത്തെ സ്റ്റോൺ മൈറ്റോകോൺട്രിയ. അപ്പം ഞാൻ പെറുക്കിയിടുന്ന ഓരോ സ്റ്റോണും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ് പറയാം. ഞാൻ ആ സെൽ ഓർഗനൽസിനെ എങ്ങോട്ടേക്കാണ് പാക്ക് ചെയ്തത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തത്? സെല്ലിൻ്റെ ഫ്ലൂയിഡ് പാർട്ടായ സൈറ്റോസോളിലേക്ക്. എങ്കിൽ സൈറ്റോസോൾ പ്ലസ് അതിൽ ഞാൻ അറേഞ്ച് ചെയ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്, സൈറ്റോസോൾ പ്ലസ് സെൽ ഓർഗനൽസ്, സൈറ്റോസോൾ പ്ലസ് ഓർഗനൽസ് ടുഗദർലി നോൺ ആസ് സൈറ്റോപ്ലാസം എന്ന് നമ്മൾ വിളിക്കും. സൈറ്റോപ്ലാസം എന്ന് നമ്മൾ വിളിക്കും. സൈറ്റോസോൾ പ്ലസ് ഓർഗനൽസ് നമ്മൾ എന്ന് വിളിക്കും സൈറ്റോപ്ലാസം. നമ്മൾ ആ ബക്കറ്റിലെ വെള്ളത്തിലോട്ടിട്ട സ്റ്റോണുകൾ നമ്മൾ എടുത്ത് മാറ്റിയാൽ പിന്നെ ആ ബക്കറ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആ വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളതിനെ സൈറ്റോപ്ലാസം എന്ന് വിളിച്ചാൽ തെറ്റല്ലേ? പിന്നെ എങ്ങനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ? സൈറ്റോസോൾ. ഇവിടെ നിങ്ങൾക്ക് ഓർക്കേണ്ടത് സൈറ്റോസോളും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ്. സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ് ഫ്ലൂയിഡ് പാർട്ട് ഇൻ ദ സെൽ. അതിൽ നമ്മൾ സെൽ ഓർഗനുകളെ പാക്ക് ചെയ്താൽ എങ്ങനെ വിളിക്കും? അതിനെ സൈറ്റോപ്ലാസം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സൈറ്റോസോൾ എന്താണെന്ന് കിട്ടി. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ അതിന് എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ, ശരിയല്ലേ? ഇനിയും സൈറ്റോപ്ലാസത്തിലൂടെ ഞാനൊരു ന്യൂക്ലിയസിനെയും കൊണ്ട് അറേഞ്ച് ചെയ്യുന്നു. സൈറ്റോപ്ലാസം പ്ലസ് അതിലേക്ക് ഞാൻ ആരെ അറേഞ്ച് ചെയ്യുന്നു? ഒരു ന്യൂക്ലിയസിനെയും കൂടെ പാക്ക് ചെയ്തു, ന്യൂക്ലിയസ്. അപ്പോൾ സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ഇനി നമ്മൾ വിളിക്കും, അത് സെല്ലിൻ്റെ അൾട്ടിമേറ്റ് നമ്മൾ പറയും പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കും. എങ്ങനെ വിളിക്കും നമ്മളതിനെ? പ്രോട്ടോപ്ലാസം. അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പം സെല്ലിൻ്റെ
ഇൻറ്റീരിയർ കമ്പാർട്ട്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. സെല്ലിൻ്റെ ഇൻറ്റീരിയർ കമ്പാർട്ട്മെൻ്റ് അല്ലേ പ്രോട്ടോപ്ലാസം എന്ന് വിളിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെല്ല്, ഒരു പ്ലാന്റ് സെല്ലാണെങ്കിൽ അതിന് ഏറ്റവും ബൗണ്ടറിയിൽ സെൽ വോൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിയറായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്. ദെൻ അതിനകത്ത് സൈറ്റോസോൾ ഉണ്ട്, ദെൻ ഓർഗനൽസ് ഉണ്ട്, ദെൻ സെൻട്രൽ ഒരു ന്യൂക്ലിയസിനെയും കൂടെ വെച്ചിരിക്കുന്നു. ശരിയല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പ്ലാന്റ് സെല്ലായതുകൊണ്ട് ന്യൂക്ലിയസ് എക്സാക്ട് സെൻറ്ററിലല്ല ഇരിക്കുന്നത്, സെല്ലിൻ്റെ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരിക്കുന്നത്. അതിൻ്റെ കാരണം അവിടെ ഒരു പ്ലാന്റ് സെല്ലായതുകൊണ്ട് സൈറ്റോപ്ലാസിൻ്റെ ഒരു 90% ഏരിയയും വാക്യൂൾ എന്ന് പറയുന്ന പാർട്ടാണ് ഒക്കുപോയിരിക്കുന്നത്. 90% ഏരിയയും വാക്യൂളാണ്. അതുകൊണ്ട് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് സെല്ലിൻ്റെ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും കാണുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ ഒരു സെല്ലാണെങ്കിൽ, ആനിമൽ സെല്ലാണെങ്കിൽ ന്യൂക്ലിയസ് കറക്റ്റ് സെൻറ്ററിലും ആയിരിക്കും. ആ ഒരു വ്യത്യാസം. അപ്പം നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങ് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കേ, ഇവിടെ സെൽ മെംബ്രെയിൻ കഴിഞ്ഞ് അകത്തോട്ട് വരുന്ന സൈറ്റോസോള്, അവിടുത്തെ ഓർഗനൽസ്, ന്യൂക്ലിയസ് ഉൾപ്പെടെ നമ്മളിതൊന്ന് വിളിക്കും പ്രോട്ടോപ്ലാസം വിളിക്കും. സോ സെല്ലിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ, സെല്ലിൻ്റെ ഇൻറ്റീരിയർ കമ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ എങ്ങനെ പറയുന്നത്? പ്രോട്ടോപ്ലാസം. എങ്ങനെ വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് നമ്മൾ വിളിക്കുന്നത്. കേട്ടോ? അപ്പോൾ ഇനി സെല്ലിനകത്ത് വരാൻ വേറെ ഒന്നുമില്ല. നമ്മൾ സെല്ലിനകത്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് പ്രോട്ടോപ്ലാസം എന്ന് വിളിച്ചത്. ശരിയല്ലേ? ഞാൻ ആ ന്യൂക്ലിയസിനെ എടുത്ത് മാറ്റിയാൽ പിന്നെ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ? സൈറ്റോപ്ലാസം എന്നേ പറയാൻ പറ്റുള്ളൂ. ആ കൂടാതെ ഞാൻ ഓർഗലിനെയും കൂടെ മാറ്റിയാൽ പിന്നെ എങ്ങനെ വിളിക്കുകയുള്ളൂ? സൈറ്റോസോൾ എന്നേ വിളിക്കുകയുള്ളൂ. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സൈറ്റോസോൾ എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചർ എന്താണ്, അതും സൈറ്റോപ്ലാസമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്. ദെൻ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി അറിയേണ്ടത് ഈ പ്രോട്ടോപ്ലാസിൻ്റെ ജസ്റ്റ് ബൗണ്ടറി, ജസ്റ്റ് ഔട്ടർ ബൗണ്ടറി ഓഫ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ഏതാണെന്ന് പറയും? ജസ്റ്റ് ഔട്ടർ ബൗണ്ടറി ഓഫ് പ്രോട്ടോപ്ലാസം, ദാറ്റ് ഈസ് സെൽ മെംബ്രെയിൻ, ദാറ്റ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആൾ തന്നെയാണ്. അപ്പോൾ പ്രോട്ടോപ്ലാസം പ്ലസ് അതിൻ്റെ വെളിയിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ. ഏതാ? പ്ലാസ്മ മെംബ്രെയിൻ. പ്രോട്ടോപ്ലാസം ജസ്റ്റ് അതിൻ്റെ ബൗണ്ടറിയിലിരിക്കുന്ന പ്ലാസ്മ മെംബ്രെയിൻ. സോ പ്ലാസ്മ മെംബ്രെയിൻ ഉൾപ്പെടെ നമ്മളിന് അകത്തോട്ട് വിളിക്കുന്ന പേര്, അത് സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കാം. സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കാം. എങ്ങനെ വിളിക്കാം? സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കാം. പ്ലാസ്റ്റ്. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെൽ മെംബ്രെയിൻ തൊട്ട് അകത്തേക്ക് വിളിക്കുന്ന പേരാണ് സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അല്ലേ? അവിടെ നമ്മൾ സെൽ മെംബ്രെയിനെ ഒഴിവാക്കിയാൽ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? പ്രോട്ടോപ്ലാസോ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം പ്രോട്ടോപ്ലാസ്റ്റിനെ വേർഡ് ഓർത്തിരിക്കുക. എവിടുന്ന നമ്മൾ സെൽ മെംബ്രെയിൻ തൊട്ട് അകത്തോട്ട് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അല്ലേ? ഒരു പ്ലാന്റ് സെല്ലാണെങ്കിൽ ആ പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ ജസ്റ്റ് വെളിയിൽ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ്റെ ജസ്റ്റ് വെളിയിൽ ആരെയും കൂടെ കാണാൻ പറ്റും. ജസ്റ്റ് ഔട്ടർ ടു പ്രോട്ടോപ്ലാസ്റ്റ് ഓർ സെൽ മെംബ്രെയിൻ ദെർ ഈസ് വെൽ ഡെവലപ്ഡ് സെൽ വോൾ. അപ്പോൾ നമുക്ക് പറയാം പ്രോട്ടോപ്ലാസ്റ്റ് പ്ലസ് അതിൻ്റെ വെളിയിലിരിക്കുന്ന സെൽ വോൾ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേര്, ഇതൊരു സെല്ലായി മാറി എന്ന് പറയാം. ഇതൊരു സെല്ലായിട്ട് മാറി എന്ന് പറയാം. ഒരു സെല്ലായി മാറി. അപ്പോൾ ഇതാണ് ഒരു സെല്ലിൻ്റെ ലെവൽ ഓഫ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യമാണ്. ഇനി ഒരു ആനിമൽ സെല്ലാണെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റ് വരെ വരൂ. ബിക്കോസ് ആനിമൽ സെൽസിന് സെൽ വോൾ ആബ്സെൻ്റ് ആണല്ലോ, അല്ലേ? അപ്പോഴും നമ്മളതിനെ പ്രോട്ടോപ്ലാസ്റ്റ് വരെ വരുള്ളൂ, എന്നാലും നമ്മളതിനെ ഒരു സെല്ലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതാണ് സെല്ലിൻ്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിക്കും, ഒരു സെല്ലിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, സെല്ലിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ് നമ്മളോട് ചോദിക്കാം. ശരിയല്ലേ? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ആരാ? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് സെല്ലിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആൻഡ് ഹീസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് സൈറ്റോളജി. ഞാൻ പറയാൻ പോകുന്ന പേര് നോക്കണേ, ഞാൻ എഴുതിയേക്കുന്നത് ഫാദർ ഓഫ് സൈറ്റോളജി. ഒരു പക്ഷേ നിങ്ങൾ ഈ വേർഡ് സൈറ്റോളജി എന്ന് ചിലപ്പോൾ ആദ്യമായിട്ട് കേട്ടതായിരിക്കും. നമുക്ക് ബയോളജിയിൽ തന്നെ ഓരോരോ ഏരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലാന്റിൻ്റെ
എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് മോർഫോളജി എന്ന് വിളിക്കും. ഒരു പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ ക്യാരക്ടറിനെ പറ്റി പഠിക്കുന്ന ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ച് അനാട്ടമി എന്ന് വിളിക്കും, അല്ലേ? ദെൻ ഓർഗാനിസങ്ങളുടെ ഫംഗ്ഷനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഫിസിയോളജി എന്ന് വിളിക്കും. അതുപോലെ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്ന ബയോളജിയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ് സൈറ്റോളജി. സോ സൈറ്റോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് ബയോളജി that deals with the study of structure of cell. ശരിയല്ലേ? അപ്പം നമുക്ക് ഫാദർ ഓഫ് സൈറ്റോളജി എന്ന് ചോദിച്ചാൽ ആരെ പറയണം? റോബർട്ട് ഹൂക്ക്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു സെല്ലിനെ കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ച സെല്ല് ഫസ്റ്റ് ഡിസ്കവേർഡ് സെൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് കോർക്ക് സെല്ലാന്ന് പറയും. കോർക്ക് എന്ന് പറയുന്ന ഒരു മെച്ചുറായ വുഡി സ്റ്റെമ്മിൻ്റെ ഏറ്റവും ബൗണ്ടറിയിൽ വരുന്ന ഒരു സ്കിൻ പോർഷൻ ഉണ്ട്. നമ്മൾ ആ സ്കിന്നെ വിളിക്കുന്നത് പെരിഡേം എന്ന് വിളിക്കും. നമ്മളൊരു മെച്ചുറായ ഒരു പ്ലാവ്, മാവ്, അതിൻ്റെയൊക്കെ ഏറ്റവും പുറമേയുള്ള സ്കിൻ, അതാണ് നമ്മൾ പെരിഡേം എന്ന് വിളിക്കും. പെരിഡേം. ആ പെരിഡേം അത് 3 ലെയർ ടിഷ്യൂ വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പെരിഡേം ഈസ് ഫോംഡ് ഓഫ് 3 ലെയർ ഓഫ് ടിഷ്യൂസ്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറാണ് നമ്മൾ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്ന് വിളിക്കുന്നത്. ഫെല്ലം അല്ലെങ്കിൽ കോർക്ക് ദാറ്റ് ഈസ് ഔട്ടർമോസ്റ്റ് ബൗണ്ടറി ലെയർ ഓഫ് പെരിഡേം. പെരിഡേം മീൻസ് പ്രൊട്ടക്റ്റീവ് ലെയറാണത്. അതിൻ്റെ ബൗണ്ടറിയാണ് കോർക്ക്. ഈ കോർക്ക് സെല്ലുകളെയാണ് അല്ലെങ്കിൽ ഫെല്ലം സെല്ലുകളെയാണ് റോബർട്ട് ഹൂക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇനിയും കോർക്കിൻ്റെ പ്രത്യേകത അത് ഡെഡ് സെല്ലാണ്. കോർക്ക് സെല്ല് ഡെഡാണ്. നമ്മൾ ഡെഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മെച്ചുറായി കഴിഞ്ഞാൽ ആ സെല്ലിനകത്തിൽ അതിൻ്റെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലോ ഒന്നും മെറ്റബോളിക് റിയാക്ഷൻസ് ഒന്നും പ്രധാനമായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോപ്ലാസമൊക്കെ ഡീജനറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെറ്റബോളിക് റിയാക്ഷൻ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദി ലിവിങ് സെൽ അല്ലെങ്കിൽ ലിവിങ് ബോഡി മെറ്റബോളിക് റിയാക്ഷൻ എന്ന് വിളിക്കും. മെറ്റബോളിക് റിയാക്ഷൻ നടക്കാൻ കഴിയാത്ത സെല്ലുകളാണ് നമ്മൾ ഡെഡ് സെൽ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് അതിൻ്റെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഒക്കെ ഡീജനറേറ്റ് ചെയ്ത് പോയിരിക്കാം, അതുകൊണ്ട് മെറ്റബോളിസം നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഡെഡ് സെൽ എന്ന് വിളിക്കും. അത്തരത്തിലെ ഡെഡ് സെല്ലാണ്. അതേസമയം മെറ്റബോളിസം എല്ലാം ചെയ്യാൻ കഴിയുന്ന ആക്റ്റീവായിട്ട് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഒക്കെ ഉള്ള സെല്ലിനെ നമ്മളെന്ന് വിളിക്കും ലിവിങ് സെൽ എന്ന് വിളിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പാരൻകൈമ ഈസ് എ ലിവിങ് സെൽ. ആ സെല്ല് മെച്ചുറായാലും അതിൻ്റെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ലൈവായിട്ടിരിക്കുന്നു. അതിൽ എല്ലാ കെമിക്കൽ റിയാക്ഷനും ചെയ്യാൻ, എല്ലാ മെറ്റബോളിസം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് പാരൻകൈമ ഒരു പ്ലാന്റ് ബോഡിയിലെ വൺ ഓഫ് ദി ലിവിങ് സെല്ലാണെന്ന് പറയാം. എന്നാൽ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം ഈസ് എ ഡെഡ് സെൽ. കോർക്ക് എന്താണ്? ഡെഡ് സെല്ലാണ്. മെച്ചുറായി കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസം ഒന്നും മെറ്റബോളിക് റിയാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, ഡെഡ് സെല്ലാണ്. അപ്പോൾ ഇദ്ദേഹം അതുകൊണ്ട് കണ്ടുപിടിച്ചത് ഡെഡ് സെല്ലിനെയാണ്, അല്ലേ? ഡെഡ് സെല്ലിനെയാണ്. ഇനിയും മൈക്രോസ്കോപ്പിലൂടെ ഇദ്ദേഹം സെല്ലിനെ ഒബ്സർവ് ചെയ്തപ്പോൾ, എസ്പെഷ്യലി ഇതൊരു പ്ലാന്റ് സെല്ല് കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് ഏത് പാർട്ടിനെയായിരിക്കും? ആ സെല്ലിൻ്റെ ബൗണ്ടറി, ശരിയല്ലേ? ആ സെല്ലിൻ്റെ ബൗണ്ടറി ഏതായിരിക്കും? പ്ലാന്റ് സെല്ലല്ലേ? അത് സെൽ വോളാണ്. അപ്പോൾ ഇദ്ദേഹം ഡെഡ് സെല്ലായ കോർക്കിൻ്റെ സെൽ വോളിനെയാണ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. ഡെഡ് സെല്ലായ കോർക്കിൻ്റെ സെൽ വോളിനെയാണ് ഒബ്സർവ് ചെയ്തത്. കണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് ഓർത്ത് വെക്കുക. കോർക്ക് ഓർ ഫെല്ലം ആദ്യമായിട്ട് കണ്ടുപിടിച്ചു, അത് ഡെഡ് സെല്ലാണ്. അതിൻ്റെ സെൽ വോളിനെയാണ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. സോ റോബർട്ട് ഹൂക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഡെഡ് സെല്ലിനെയാണ്. അതിനുശേഷം ഒരു ലിവിങ് സെല്ലിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആൻറ്റൺ വാൻ ലൂവൻഹോക്ക്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്ത ലിവിങ് സെൽ എന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയ ആണ്. സോ അദ്ദേഹം ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തു. ഏത് സെല്ലാണത്? ബാക്ടീരിയ. അപ്പോൾ ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ച ആളെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആൻറ്റൺ വാൻ ലൂവൻഹോക്ക് പറയും. എന്നാൽ ആദ്യമായിട്ട് സെല്ലിനെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ആരാണത്? റോബർട്ട് ഹൂക്ക് ആണെന്ന് നമ്മൾ പറയും. ഇനി ആദ്യമായിട്ട് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ച ആള് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. റോബർട്ട് ബ്രൗൺ ആദ്യമായിട്ട് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ.
ന്യൂക്ലിയസിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ കണ്ടോ. ഇനി അദ്ദേഹം ഏത് സെല്ലിൻ്റെ ന്യൂക്ലിയസിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓർക്കിഡ് എന്ന പ്ലാന്റിൻ്റെ റൂട്ട് സെല്ലിലെ ന്യൂക്ലിയസ്. ഓർക്കിഡിൻ്റെ റൂട്ട് സെല്ലിലുള്ള ന്യൂക്ലിയസിനെയാണ് കണ്ടുപിടിച്ചത് കണ്ടോ. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ വർഷം കൊണ്ട് ഓർത്തിരിക്കണം. 1831 റോബർട്ട് ബ്രൗൺ ആദ്യമായിട്ട് ഓർക്കിഡ് എന്ന പ്ലാന്റിൻ്റെ റൂട്ട് സെല്ലിലുള്ള ന്യൂക്ലിയസിനെ കണ്ടു. 1831 ആ വർഷം ഓർത്തിരിക്കണം, കാരണം അത് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് അത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഓർത്ത് വെക്കുക. ഇനിയും പ്രോട്ടോപ്ലാസം എന്ന സ്ട്രക്ചറിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, പ്രോട്ടോപ്ലാസത്തിനെ ബേസ് ചെയ്തിട്ടാണല്ലോ എല്ലാ കണ്ടൻറ്റും ഉള്ളത്. ബിക്കോസ് നമ്മളീ പറയുന്നത് സെൽ ഓർഗൻസ് എല്ലാം ഓരോരോ ഫംഗ്ഷൻ ചെയ്ത്, ഇപ്പോൾ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യണം, പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് വേണ്ട സെൽ ഓർഗനിലെ റൈബോസോമാണ്. പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് ആര് വേണം? റൈബോസോമിനെ വേണം. നമുക്ക് വേണ്ട സെല്ലിൻ്റെ എനർജി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മൈറ്റോകോൺട്രിയ വേണം. ഇപ്പോൾ പ്ലാന്റിലാണെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് വേണം. അപ്പോൾ ഇതെല്ലാം സെൽ ഓർഗൻസ് ആണ്. അപ്പോൾ ഓരോ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽ ഓർഗൻസ് എല്ലാം ആരുടെ പാർട്ടാണ്? പ്രോട്ടോപ്ലാസത്തിൻ്റെ പാർട്ടാണെന്ന് പറയും. ശരിയല്ലേ? പ്രോട്ടോപ്ലാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. ഇനി നമുക്ക് പറയാം ഈ സെൽ ഓർഗനെ കൊണ്ട് അവരവരുടെ ഫംഗ്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ജീനുകളാണ്. ആ ജീനുകൾ എവിടെയാണ് ഉള്ളത്? DNA എവിടെയാണ് ഉള്ളത്? ന്യൂക്ലിയസിലാണ്. അതുകൊണ്ട് നമ്മൾ ന്യൂക്ലിയസിനെ സെല്ലിൻ്റെ കൺട്രോളിങ് യൂണിറ്റ് എന്ന് വിളിക്കും. സോ ആ കൺട്രോളിങ് യൂണിറ്റായ ന്യൂക്ലിയസ് ഉൾപ്പെടെ ആരുടെ ഭാഗമാണ്? പ്രോട്ടോപ്ലാസത്തിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു സെല്ലിൻ്റെ ലിവിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫങ്ഷനും നടക്കുന്ന പാർട്ടാണ് പ്രോട്ടോപ്ലാസം. സെല്ലിൻ്റെ ലിവിങ് ഏരിയ എന്ന് നമുക്ക് വിളിക്കാം. കണ്ടോ, ആ ഒരു സെൻസിൽ നമുക്കതിനെ സെല്ലിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കാം. ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്. ആ ഒരു ലിവിങ് ഏരിയയെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ്, സെല്ലിൻ്റെ ലിവിങ് ഏരിയയെ ഫസ്റ്റ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് അൽഫോൺസോ കോർട്ടായി. അൽഫോൺസോ കോർട്ടായി. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പ്രോട്ടോപ്ലാസത്തിനെ കണ്ടുപിടിച്ചത്. സെല്ലിൻ്റെ ലിവിങ് ഏരിയയെ കണ്ടുപിടിച്ച, ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ആരാണത്? പ്രോട്ടോപ്ലാസമാണ്. ആ ലിവിങ് ഏരിയയായ പ്രോട്ടോപ്ലാസത്തിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അൽഫോൺസോ കോർട്ടായി. ഓക്കെ, അതിനുശേഷം ഇതിനൊരു പേര് കൊടുത്തത്, പ്രോട്ടോപ്ലാസത്തിനുള്ള പേര് കൊടുത്തത് TJ പർക്കിഞ്ചി. അദ്ദേഹമാണ് ആ ടേം പ്രോട്ടോപ്ലാസം. Term protoplasm was coined by TJ പർക്കിഞ്ചി. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ. കണ്ടോ. ഇനി എല്ലാ സെല്ലുകൾക്കും ഒരേ സൈസും ഒരേ ഷേപ്പുമാണോ? നോ. ഓരോ ബോഡിയിലെ ഏതൊക്കെ പാർട്ടിലാണ് ഓരോ സെല്ലിരിക്കുന്നത്, ആ ബോഡി പാർട്ടിൻ്റെ ഫങ്ഷൻ അനുസരിച്ചാണ് അവിടുത്തെ സെല്ലുകളുടെ സൈസും ഷേപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സെല്ലുകളുടെയും സൈസും ഷേപ്പും ഒരുപോലാണോ? ഒരിക്കലും അല്ല, ഡിഫറൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇനി ഇന്ന് അറിയപ്പെടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാണ്? ഏറ്റവും സ്മോളസ്റ്റ് സെൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം. മൈക്കോപ്ലാസ്മ. നമ്മളിതിനെ PPLOs എന്ന് വിളിക്കും. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇന്നറിയപ്പെടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സ്മോളസ്റ്റ് സെല്ല് ഈ PPLO അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മ എന്ന ഓർഗാനിസത്തിൻ്റെതാണ്. ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണത്. അപ്പോൾ അതാണ് സ്മോളസ്റ്റ്. ഇനി ലാർജസ്റ്റ് സെൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓസ്ട്രിച്ച് എഗ്. ലാർജസ്റ്റ് സെൽ ഏതാ? ഓസ്ട്രിച്ച് എഗ്. അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് വായി ലാർജസ്റ്റ് വായി കണ്ടോ. സ്മോളസ്റ്റ് സെല്ലും കിട്ടി, ലാർജസ്റ്റ് സെല്ലും കിട്ടി.
ഇത് എല്ലാവരും ഓർത്തിരിക്കുക, സ്മോളസ്റ്റ് സെൽ ഏതാണ്, ലാർജസ്റ്റ് സെൽ ഏതാണ് അല്ലേ. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചാൽ അത് നെർവ് സെല്ലാണ്. നമ്മളതിനെ നെർവ് സെല്ലിനെ എങ്ങനെയും വിളിക്കും, ന്യൂറോൺ എന്ന് വിളിക്കും. നെർവ് സെൽ ന്യൂറോൺ എന്ന് നമ്മൾ വിളിക്കും. നെർവ് സെൽ നമ്മൾ എങ്ങനെ വിളിക്കും, ന്യൂറോൺ എന്ന് വിളിക്കും. അതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലോങ്ങസ്റ്റ് സെൽ. ഹ്യൂമൻ ബോഡിയിലെ ലോങ്ങസ്റ്റ് സെൽ എന്ന് വെച്ചാൽ നെർവ് സെൽ, ന്യൂറോണുകളാണ് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിനി കയറാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം സെൽ തിയറി. അത് ബോഡിയിൽ സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റാണ് നമ്മൾ സെൽ തിയറി എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെൽ തിയറിയുടെ കണ്ടന്റിലേക്ക് നമുക്കൊന്ന് കയറാം. അപ്പോൾ നമുക്ക് സെൽ തിയറി പറയുമ്പോൾ സെല്ലിൻ്റെ ഓവറോൾ ഇമ്പോർട്ടൻസ് ലിവിങ് ബോഡിയിൽ എന്താണെന്ന് പ്രൂവ് ചെയ്ത തിയറിയാണ്. ഇത് 2 സയൻറ്റിസ്റ്റുകളാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ആളുടെ പേര് നിങ്ങൾക്ക് കാണാം, മാത്തിയാസ് ഷ്ലീഡൻ. രണ്ടാമത്തെ ആള് തിയോഡോർ ഷ്വാൻ. അത് ഓർത്തിരിക്കേണ്ട പേര്, ഇത് ഇമ്പോർട്ടൻ്റ് ആയത്. മാത്തിയാസ് ഷ്ലീഡൻ, തിയോഡോർ ഷ്വാൻ. അപ്പോൾ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ഈ 2 പേരാണ് സെൽ തിയറി പ്രപ്പോസ് നമുക്ക് പറയാം. അപ്പോൾ ഷ്ലീഡൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. ബൊട്ടാണിസ്റ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം പ്ലാന്റ് സെല്ലുകളെയാണ് സ്റ്റഡി ചെയ്തത്. അതിൻ്റെ വർഷം 1838 ആണ്. 1838 മാത്തിയാസ് ഷ്ലീഡൻ സയൻറ്റിസ്റ്റ് പ്ലാന്റ് സെല്ലുകളെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. ദെൻ 1839 ഷ്വാൻ എന്ന സയൻറ്റിസ്റ്റ്, അതൊരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ്. സുവോളജിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം 1839 ആനിമൽ സെല്ലുകളെ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തു. ഈ 2 പേരും, ഒരാൾ പ്ലാന്റ് സെല്ലുകളെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു, ഇദ്ദേഹം ആനിമൽ സെല്ലുകളെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. ഇപ്പോൾ 2 പേരും കൂടെ സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ കോമൺ ഫൈൻഡിങ്സ് ആണ് സെൽ തിയറി എന്ന് പറയുന്നത്. സെൽ തിയറിയുടെ ഒന്നാമത്തെ പോയിന്റ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. എല്ലാ ലിവിങ് ഓർഗാനിസങ്ങളുടെയും ബോഡി സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ക്ലിയർ അല്ലേ? അതൊരു യൂണിസെല്ലാർ ഓർഗാനിസമായ ബാക്ടീരിയ അല്ലേ, ഈസ്റ്റ് പോലെയുള്ള ഫംഗസ്, പിന്നെ നിങ്ങൾ പാരമീസിയം, അമീബ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ഇതെല്ലാം യൂണിസെല്ലാറാണ്. അപ്പോൾ അവരുടെ ബോഡിയിൽ ഒറ്റ സെല്ലേ ഉള്ളൂ. അപ്പോഴും ഒരു സെല്ലാണെങ്കിലും ഒരു സെല്ല് എന്നൊരു കോൺസെപ്റ്റ് ആണല്ലോ അവിടെ ഉള്ളത്. ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലാണ്. നമ്മളെപ്പോലെയുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങൾക്ക് ബോഡിയിൽ ഒരുപാട് സെല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിക്കോട്ടെ, മൾട്ടി സെല്ലുലാർ ആയിക്കോട്ടെ, ലിവിങ് ഓർഗാനിസങ്ങളുടെ ബോഡി എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? സെല്ല് കൊണ്ടാണെന്ന് അദ്ദേഹം ഇവർക്ക് പ്രൂവ് ചെയ്തിരിക്കുന്നു. ദെൻ രണ്ടാമത്തെ, സെൽ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. സെൽ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. ശരിയല്ലേ? ഈ 2 കോൺസെപ്റ്റുകളാണ് ഷ്ലീഡനും ഷ്വാനും പറഞ്ഞിരിക്കുന്നത്. ബേസിക് സെൽ തിയറിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് 2 ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഷ്വാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം സുവോളജിസ്റ്റ് ആയിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് ആനിമൽ സെല്ലുകളെ സ്റ്റഡി ചെയ്തു. എന്നാൽ പ്ലാന്റ് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ബൗണ്ടറി സെൽ വോൾ ആണെന്നും ഒരു ആനിമൽ സെല്ലാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറി സെൽ മെംബ്രെയിൻ ആണെന്നും പറഞ്ഞു. അപ്പം പ്ലാന്റ് സെല്ലിൻ്റെ ബൗണ്ടറി സെൽ വോൾ ആണെന്നും ആനിമൽ സെല്ലിൻ്റെ ബൗണ്ടറി സെൽ മെംബ്രെയിൻ ആണെന്നും പ്രൂവ് ചെയ്തത് ആരാണ്? അത് ഷ്വാൻ്റെ മാത്രം കോൺട്രിബ്യൂഷനാണ്. ഏതൊക്കെയാ? പ്ലാന്റ് സെല്ലിൻ്റെ ബൗണ്ടറി സെൽ വോൾ ആണെന്നും ഒരു ആനിമൽ സെല്ലിൻ്റെ ബൗണ്ടറി സെൽ മെംബ്രെയിൻ ആണെന്നും ആദ്യമായിട്ടത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഈ ഷ്വാൻ്റെ മാത്രം കോൺട്രിബ്യൂഷനാണ്. ഇനി നിങ്ങൾ നോക്കി, സെൽ തിയറിക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ആ ഒരു സെല്ല് എങ്ങനെയാണോ ഉണ്ടാകുന്നത്, ഒരു സെല്ലിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് ഷ്ലീഡനും ഷ്വാനും സെൽ തിയറി പറഞ്ഞിട്ടില്ല. അത് തന്നെ സെൽ തിയറിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ്. അപ്പോൾ സെൽ തിയറി പ്രപ്പോസ് ചെയ്ത വർഷം നമ്മുടെ കയ്യിലുണ്ട് 1838 ആൻഡ് 1839. ശരിയല്ലേ? ഈ വർഷങ്ങളാണ്. അപ്പോൾ അതിനും കുറേ വർഷത്തിന് ശേഷം 1855 നോക്കണേ, 1855 അനദർ ജർമ്മൻ സയൻറ്റിസ്റ്റ് നെയിംലി റുഡോൾഫ് വിർഷോ. അപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ആണ്. ഇദ്ദേഹം സെൽ തിയറിയെ മോഡിഫൈ ചെയ്തു. എന്ത് മോഡിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്, ഒരു സെൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത്, ഒരു സെല്ലിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്തത് ഈ റുഡോൾഫ് വിർഷോ എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, പേരൻ്റൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ്, സെൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് ഡോട്ടർ സെൽ ഉണ്ടാകുന്നത്. പേരൻ്റൽ സെല്ലുകൾക്ക് സെൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് ഡോട്ടർ സെല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ സെൽ ഉണ്ടാകുന്നത് എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞത് വിർഷോയാണ്. അത് മോഡിഫൈഡ് സെൽ തിയറി എന്ന് വിളിക്കും. അദ്ദേഹം എഴുതിയത്, ഓൾ സെൽസ് എറൈസ് ഫ്രം
പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ സെല്ലുകളും അതിന് മുൻപുണ്ടായിരുന്ന സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കോൺസെപ്റ്റ് അദ്ദേഹം എഴുതിയത്, അദ്ദേഹം ജർമ്മൻ സയൻറ്റിസ്റ്റ് ആണെങ്കിലും ആ കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്തത് ലാറ്റിനിലാണ്. അപ്പം ലാറ്റിനിൽ ആ മോഡിഫൈഡ് തിയറി അദ്ദേഹം ഓംനിസ് സെല്ലുല ഈ സെല്ലുല എന്ന് വിളിക്കും. ഓംനിസ് സെല്ലുല ഈ സെല്ലുല. ദാറ്റ് മീൻസ് ഓൾ സെൽസ് എറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ ഡ്യൂ ടു cell division. All cells arise from pre-existing cell due to cell division. അപ്പോൾ അതാണ് ഓംനി സെല്ലുല ഈ സെല്ലുലയുടെ മീനിങ്. കണ്ടോ, നമ്മൾ അതിനെ തന്നെ ഇന്ന് ആ ഹെഡിങ്ങിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് സെൽ പ്രിൻസിപ്പിൾ എന്നും വിളിക്കും, സെൽ ഡോക്ട്രിൻ എന്നും വിളിക്കും. സെൽ പ്രിൻസിപ്പിൾ ഓർ സെൽ ഡോക്ട്രിൻ എന്നൊക്കെ നമ്മൾ മോഡിഫൈഡ് സെൽ തിയറിയെ തന്നെ സെൽ പ്രിൻസിപ്പിൾ എന്നും വിളിക്കാം, സെൽ ഡോക്ട്രിൻ എന്നും വിളിക്കാം. അപ്പോൾ ഇതെന്താ, സെൽ മോഡിഫൈഡ് സെൽ തിയറി പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു സെൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എങ്ങനെയാണ് പേരൻ്റൽ സെല്ലിന് സെൽ ഡിവിഷൻ നടന്നിട്ടാണ് ഡോട്ടർ സെല്ലുകൾ ഉണ്ടാകുന്നത്. കണ്ടോ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതാണ് സെൽ തിയറിയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. കണ്ടോ, ബേസിക് ഐഡിയ. ഇനി നമുക്ക് പറയാം, സെല്ലിനെ നമുക്ക് പ്രധാനമായിട്ടും 3 ഗ്രൂപ്പാക്കി തിരിക്കാം. സെല്ലിനെ നമ്മൾ പ്രധാനമായിട്ടും 3 ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ആംഗിൾ വേണ്ട അടുത്ത ഒരു ബേസിക് ഐഡിയ ആണ് സെൽ എത്ര ടൈപ്പ് ഉണ്ട്. നമ്മൾ പറയും 3 ടൈപ്പ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമുക്കത് നോക്കാം. സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മളത് നോക്കുക. നമ്മൾ സെല്ല് 3 തിരിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെൽ ഒന്നാമത്തേത് പ്രോകാരിയോട്ടിക് സെൽ. രണ്ടാമത്തേത് യൂകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെൽ. രണ്ടാമത്തേത് യൂകാരിയോട്ടിക് സെൽ. മൂന്നാമത്തേത് മീസോകാരിയോട്ടിക് സെൽ. മീസോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക്, യൂകാരിയോട്ടിക്, 3 മീസോകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ പ്രോകാരിയോട്ടിക് എന്നുള്ള നമ്മൾ വേർഡ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. നോക്കണേ, പ്രോ മീൻസ് പ്രിമിറ്റീവ്. Then carry on. രണ്ടാമത്തെ വേർഡ് carry on means nucleus. കണ്ടോ, അപ്പം ഇങ്ങനെ മീനിങ് വരുന്ന 2 വേർഡുകളെയാണ് കമ്പൈൻ ചെയ്ത് പ്രോകാരിയോട്ടിക് എന്നാക്കിയത്. അപ്പോൾ പ്രോകാരിയോട്ടിക് മീനിങ് എന്താണ്? പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള സെൽ എന്നർത്ഥം. എ സെൽ വിത്ത് പ്രിമിറ്റീവ് ന്യൂക്ലിയസ്. നമുക്ക് ഒരു സെല്ല് കണ്ടിട്ട് അതിൽ ന്യൂക്ലിയസ് പ്രിമിറ്റീവ് ആണെന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്കത് പറയാം. രണ്ടാമത്തെ നമുക്ക് യൂകാരിയോട്ടിനെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. യു മീൻസ് ട്രൂ. ആൻഡ് സെക്കൻഡ് വേർഡ് carry on means ന്യൂക്ലിയസ് തന്നെ. carry on means ന്യൂക്ലിയസ്. അപ്പോൾ അത് എ സെൽ വിത്ത് ട്രൂ ന്യൂക്ലിയസ് എന്ന അർത്ഥം. എ സെൽ വിത്ത് ട്രൂ ന്യൂക്ലിയസ് ഈസ് കോൾഡ് യൂകാരിയോട്ടിക്. അപ്പോൾ നമുക്ക് ഈ ഒരു സെല്ലിനെ നമുക്ക് കണ്ടിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് പ്രിമിറ്റീവ് ആണെന്നും മറ്റൊരു സെല്ല് കണ്ടിട്ട് അത് ട്രൂ ന്യൂക്ലിയസ് ആണ് അവിടെ ഉള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് രണ്ടും പറഞ്ഞതിന് ശേഷം നമുക്ക് മീസോകാരിയോട്ടിക് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ പ്രോകാരിയോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊക്കെ യൂകാരിയോട്ടാണ്. നമ്മളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസമാണ്. നമ്മുടെ ഓരോ സെല്ലിലും DNA ഷേപ്പ് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ DNA ഷേപ്പ് തേണ്ട ഇതുപോലെ ഈ ഷേപ്പിലാണ് പോകുന്നത്. ഇതിനെ നമ്മൾ ലീനിയർ DNA എന്ന് വിളിക്കും. എങ്ങനെ വിളിക്കും? നമ്മളിതിനെ ലീനിയർ DNA. കണ്ടോ, നമ്മുടെ ലീനിയർ ഷേപ്പിലെ DNA എന്ന് വിളിക്കും. ഈ ലീനിയർ DNAയുടെ ഒപ്പം ഒരു ബേസിക് പ്രോട്ടീൻ ഉണ്ട്. ഈ ലീനിയർ DNAയുടെ ഒപ്പം ഇരിക്കുന്ന ബേസിക് പ്രോട്ടീനെ നമ്മൾ ഹിസ്റ്റോൺസ് എന്ന് വിളിക്കും. ഹിസ്റ്റോണുകൾ എന്ന് വിളിക്കും. ഹിസ്റ്റോൺസ്.
ആൻഡ് ദേ ആർ എൻവലപ്ഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ന്യൂക്ലിയർ മെംബ്രെയിനിലേക്ക് അങ്ങ് പാക്ക് ചെയ്തിരിക്കുന്നു. സോ ദർ ഈസ് എ ലീനിയർ DNA in association with the basic protein, namely histone, and they are well packed into a nuclear membrane. Then we call it as a true nucleus. നമ്മളപ്പോൾ എന്ത് വിളിക്കും? അതിനെ ട്രൂ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ ഒരു സെല്ലിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടത് ഈ രീതിയിൽ ലീനിയർ ഷേപ്പിലെ DNA, ഹിസ്റ്റോൺ പ്രോട്ടീൻ അതിനെ കവർ ചെയ്ത് ഇങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെമ്പറിൻ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടത് ആരെയാണ്? ദെൻ ട്രൂ ന്യൂക്ലിയസിനെയാണ്. എങ്കിൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ആ സെൽ ഏതായിരിക്കും? യൂക്യാരിയോട്ടിക് സെല്ലായിരിക്കും. എന്നാൽ പ്രോക്യാരിയോട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ DNA ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ബട്ട് അത് സർക്കുലർ ഷേപ്പിലായിരിക്കും. അത് ഒരിക്കലും ലീനിയർ ആയിട്ട് വരത്തില്ല, സർക്കുലർ ഷേപ്പിലെ. അപ്പോൾ ഇവിടെ സർക്കുലർ ഷേപ്പിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA, സർക്കുലർ ഷേപ്പിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA, അതിനകത്തിൽ ഒരിക്കലും ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ വരത്തില്ല. പകരം വന്നത് പോളിഅമീൻസ് ഓർ പ്രോട്ടാമിൻസ്. ഇതാ വരുന്നത് പോളിഅമീൻസ് അല്ലെങ്കിൽ പ്രോട്ടാമിൻസ്. കണ്ടോ? അപ്പോൾ ദർ ഈസ് നോ ഹിസ്റ്റോൺ. ദർ ഈസ് എ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇൻ അസോസിയേഷൻ വിത്ത് പോളിഅമീൻസ് ഓർ പ്രോട്ടാമിൻസ് ആൻഡ് ദർ ഈസ് നോ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന സ്ട്രക്ചർ അവിടെ ഇല്ല. അപ്പം നമ്മളതിനെ വിളിക്കുന്ന പേര് ഇൻസിപ്പിയൻ്റ് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. നമുക്കതിനെ കൊടുക്കേണ്ട പേര് ഇൻസിപ്പിയൻ്റ് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഇൻസിപ്പിയൻ്റ് ന്യൂക്ലിയസ്. കണ്ടോ? സോ എ സെൽ കണ്ടെയ്ൻ ഇൻസിപ്പിയൻ്റ് ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് എ പ്രൊക്യാരിയോട്ടിക് സെൽ. അപ്പോൾ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻസിപ്പിയൻ്റ് ന്യൂക്ലിയസ് ആണ്. അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ? ഇല്ല. ഹിസ്റ്റോൺ ഉണ്ടോ? അതും അബ്സെൻ്റ് ആണ്. കേട്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും. ഇനി പ്രോക്യാരിയോട്ടിലേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുന്നത്, നമ്മൾ ടോട്ടലുള്ള ഓർഗാൻസുകളെ 5 കിങ്ഡം ആക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അതല്ലേ? 5 കിങ്ഡം ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ. അതിൽ കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസങ്ങളെല്ലാം, കിങ്ഡം മൊണീറ വരുന്ന അതാരൊക്കെയാ? ബാക്ടീരിയകളെല്ലാം വരുന്നത് അല്ലേ? കിങ്ഡം മൊണീറയിൽ വരുന്ന മൈക്കോപ്ലാസ്മ അതുപോലെ ബാക്ടീരിയ പോലെയുള്ള എല്ലാ ഓർഗാനിസങ്ങളും പ്രോക്യാരിയോട്ടാണ്. അപ്പം ഓൾ മൊണീറൻസ് ആർ പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസം. ദെൻ യൂക്യാരിയോട്ട് വരുന്ന ബാക്കി 4 കിങ്ഡം യൂക്യാരിയോട്ടുകളാണ്. ദാറ്റ് ഈസ് കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഇത്രയും വെച്ചിട്ട് ഇനി മീസോക്യാരിയോട്ടിക് എന്താണെന്ന് നമ്മൾ പറയാൻ പോവാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂക്യാരിയോട്ടിനെ പോലെ തന്നെ അവർക്കും ലീനിയർ ഷേപ്പിലെ DNA ആണ്. വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ബട്ട് ദർ ഈസ് നോ ഹിസ്റ്റോൺ. അപ്പോൾ ഇതുപോലെ തന്നെ എന്താ? ലീനിയർ ഷേപ്പിലെ DNA ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ബട്ട് അവിടെ ഹിസ്റ്റോൺ ആബ്സെൻ്റ് ആണ്. ഹിസ്റ്റോൺ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇതിനെ വേറെ ഗ്രൂപ്പിലാക്കി മാറ്റിയിരിക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ? ലീനിയർ ഷേപ്പിലെ DNA ഉണ്ട്, ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, പക്ഷേ ഹിസ്റ്റോൺ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഹിസ്റ്റോൺ ഇല്ലാത്തതുകൊണ്ട് മാത്രം മീസോക്യാരിയോട്ടിക് സെൽ എന്ന പേരിൽ മാറ്റി. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന കുറേ ഓർഗാനിസങ്ങളല്ലേ? കിങ്ഡം പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ യുഗ്ലീന ഒക്കെ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, യുഗ്ലീന എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ? പാരമീസിയം, യുഗ്ലീന, അമീബയൊക്കെ പ്രോട്ടിസ്റ്റ വരുന്നത്. എന്നാൽ ആ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഡയനോഫ്ലാജലൈറ്റ്സ്. ഏതാ? ഡയനോഫ്ലാജലൈറ്റ്സ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഡയനോഫ്ലാജലൈറ്റ്സ്. ഏതാ? ഡയനോഫ്ലാജലൈറ്റ്സ്. കേട്ടോ? അപ്പം ഡയനോഫ്ലാജലൈറ്റ്സിലെ മെമ്പേഴ്സ് എല്ലാം ആരാണ്? മീസോക്യാരിയോട്ടിക് സെല്ലുകളാണ്. അപ്പോൾ അവർക്ക് യൂക്യാരിയോട്ടുമായിട്ട് ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ഏതാണ്? ഹിസ്റ്റോൺ ആബ്സെൻ്റ് ആണെന്ന് പറയാം. ബാക്കിയെല്ലാം യൂക്യാരിയോട്ടിനെ പോലെ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. സെൽ ഓർഗൻസും എല്ലാം അതുപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പ്രോക്യാരിയോട്ട്, യൂക്യാരിയോട്ട് അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. മീസോക്യാരിയോട്ട് എന്ന കാറ്റഗറി ഉണ്ടെന്നൂടെ പഠിച്ചു വെച്ചേക്കാം. നമ്മുടെ എൻട്രൻസിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബേസ്മെൻ്റ് എന്ന് പറയുന്ന സെല്ലിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്.
കേട്ടോ. സോ പ്രൊക്യാരിയോട്ടും യൂക്കാരിയോട്ടും ഡിഫറൻസുകൾ കുറേ ഉണ്ട്. പ്രൊക്യാരിയോട്ടിനും യൂക്കാരിയോട്ടിനും കുറേ ഡിഫറൻസുകളുണ്ട്. നമ്മൾ പ്രൊക്യാരിയോട്ടിൽ വരുന്ന കൂടുതലും ബാക്ടീരിയകളാണ് അല്ലേ. ദെൻ യൂക്കാരിയോട്ടിൽ എന്താ ബാക്ടീരിയകളൊന്നും യൂക്കാരിയോട്ടിലൊന്നും വരുമോ? ഇല്ല. അപ്പോൾ അതിനകത്ത് കുറേ ഡിഫറൻസുകളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മോഡ്യൂളിനകത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിനകത്തിൽ കുറച്ച് പോയിന്റുകൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയാണ് ചെറിയ ചെറിയ ഡിഫറൻസുകൾ എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. അതിന് മുമ്പ് നമ്മളൊരു പ്രോക്യാരിയോട്ടിനെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ യൂക്കാരിയോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു പ്രോക്യാരിയോട്ടിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്കൊന്ന് വരാം. അപ്പം നമ്മളൊരു പ്രോക്യാരിയോട്ട് സെല്ലാണ് അല്ലേ അത് കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒരു പ്രോക്യാരിയോട്ട് ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് +1 പഠിക്കാം. ദെൻ ഇതർ നോക്കിയാൽ ഒരു ബാക്ടീരിയ നമ്മൾ എടുത്താൽ അതിൻ്റെ ഏറ്റവും ബൗണ്ടറി ഇങ്ങനെ ആദ്യമേ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ നോക്കണം. ഏറ്റവും ബൗണ്ടറി ഞാൻ ഈ ഏകദേശം ഒരു ഗ്രീനിഷ് കളറിൽ ഡോട്ട് ഇട്ടിരിക്കുന്നത് ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന പാർട്ടാണ്. ഗ്ലൈക്കോ കാലിക്സ് നിങ്ങൾക്ക് കാണാം, അത് ഗ്ലൈക്കോ കാലിക്സ് ശരിയല്ലേ. അപ്പോൾ ഈ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത് അതൊരു മെംബ്രെയിനാണ്. അത് ദാറ്റ് ഈസ് നോട്ട് സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ അല്ല. പ്ലാസ്മ മെംബ്രെയിൻ സെൽ വോളിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ സെൽ വോളിൻ്റെ ജസ്റ്റ് ഔട്ടർ സൈഡിൽ ദർ ഈസ് എ മെംബ്രെയിൻ ദാറ്റ് ഈസ് കോൾഡ് ഗ്ലൈക്കോ കാലിക്സ്. ഗ്ലൈക്കോ കാലിക്സ് നമ്മളതിനെ വിളിക്കും. നമ്മളതിനെ ഗ്ലൈക്കോ കാലിക്സ് എന്ന് നമ്മളതിനെ വിളിക്കും. ഈ ഗ്ലൈക്കോ കാലിക്സ് തിക്കായിട്ട് വരാം, അത് തിന്നായിട്ടും വരാം. സോ ഗ്ലൈക്കോ കാലിക്സ് തിക്കായിട്ട് വന്നാൽ അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ ഫോമിൽ എന്ന് വിളിക്കും. തിന്നായിട്ട് വന്നാൽ അതിനെ സ്ലൈം ലെയർ എന്നും വിളിക്കാം. സോ ദ ഔട്ടർമോസ്റ്റ് ബൗണ്ടറി ഓഫ് prokaryotic cell or bacterial cell, that is a membrane, namely glycocalyx. If glycocalyx become thick, അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അതിനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഈസ് തിൻ, അപ്പോൾ എന്ന് വിളിക്കും? സ്ലൈം ലെയർ എന്ന് വിളിക്കാം. കണ്ട, അതാണ് ഏറ്റവും ബൗണ്ടറി എന്ന് പറഞ്ഞത്. ഇനി ജസ്റ്റ് ഇന്നർ ടു ദ ഗ്ലൈക്കോകാലിക്സ് ദർ ഈസ് എ സെൽ വോൾ എന്ന് വിളിക്കും. ഒരു സെൽ വോളിനെ കാണാം അല്ലേ. ബാക്ടീരിയൽ സെൽ വോൾ നിങ്ങൾ പഠിക്കണം. ബാക്ടീരിയൽ സെൽ വോൾ ഈസ് മേഡപ്പ് ഓഫ് കെമിക്കൽ നെയിംലി പെപ്റ്റിഡോഗ്ലൈക്കാൻ. പെപ്റ്റിഡോഗ്ലൈക്കാൻ. നമ്മൾ അതിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് മ്യൂരിൻ. അപ്പം പ്രോക്യാരിയോട്ടിൻ്റെ ബാക്ടീരിയയുടെ സെൽ വോൾ മെറ്റീരിയലിനെ വിളിക്കുന്ന പേര് പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് വിളിക്കും. അതിനെ തന്നെ നമുക്ക് മ്യൂരിൻ എന്നും വിളിക്കാം. പെപ്റ്റിഡോഗ്ലൈക്കാൻ അല്ലെങ്കിൽ മ്യൂരിൻ എന്ന് വിളിക്കാം. ഓർക്കാമല്ലോ, അത് ബാക്ടീരിയയുടെ സെൽ വോള് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ അല്ലെങ്കിൽ മ്യൂരിൻ എന്ന് വിളിക്കാം. ജസ്റ്റ് ഇന്നർ ടു ദ സെൽ വോൾ ദർ ഈസ് എ പ്ലാസ്മ മെംബ്രെയിൻ. ഞാൻ ഈ പർപ്പിൾ കൈ വരച്ചിരുന്ന പ്ലാസ്മ മെംബ്രെയിൻ ആണ്. കണ്ടോ, ആ സെൽ മെംബ്രെയിൻ ചില ഭാഗങ്ങൾ ഇങ്ങനെ അകത്തോടത്തോട് ഫോൾഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഓരോ ഇൻഫോൾഡിനെയും വിളിക്കുന്ന പേര് മീസോസോം എന്ന് വിളിക്കും. മീസോസോം. ആ മീസോസോമിൻ്റെ തന്നെ വേറൊരു പേരാണ് കോൺട്രിയോയിഡ് എന്ന് എഴുതിക്കുന്നത്. മീസോസോം അല്ലെങ്കിൽ കോൺട്രിയോയിഡ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് സഡൻ ഇൻഫോൾഡ്സ് പ്രസന്റ് ഇൻ ദി ഇന്നർ മെംബ്രെയിൻ. ശരിയല്ലേ? ഇന്നർ മെംബ്രെയിൻ ചില ഭാഗങ്ങളിൽ അതിൻ്റെ ഇന്ത്യൻ സൈഡിലോട്ട് മടങ്ങിയിരിക്കുക. നമ്മൾ ഓരോ ഫോൾഡിനെയും വിളിക്കുന്ന പേര് കോൺട്രിയോയിഡ് എന്നോ മീസോസോം എന്ന് വിളിക്കും. ഈ മീസോസോം എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെയൊക്കെ ബോഡിയിൽ, ദാറ്റ് ഈസ് യൂക്കാരിയോട്ടിൻ്റെ സെല്ലുകളിൽ ATP എന്ന് പറയുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP ആണല്ലോ എനർജി എന്ന് പറയുന്നത്. എനർജി നമ്മുടെ എല്ലാം ബോഡിയിൽ ഉണ്ടാകുന്ന ATP ഫോമിലാണ്. അത് നമ്മുടെയൊക്കെ ബോഡിയിൽ ഉണ്ടാക്കുന്ന മൈറ്റോകോൺട്രിയാണ്. എന്നാൽ പ്രോക്യാരിയോട്ടുകളായ ഓർഗാൻസുകൾക്ക് ആരില്ല? മൈറ്റോകോൺട്രിയെ പോലെയുള്ള സെൽ ഓർഗൻസ് ഇല്ല. അപ്പോൾ അവർക്ക് ATP ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു പാർട്ടാണ് മീസോസോം. സോ അതിൻ്റെ ഒന്നാമത്തെ ഫങ്ഷൻ സെല്ലുലാർ റെസ്പിറേഷൻ. അതായത് ATPയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. സോ പ്രോക്യാരിയോട്ടിൻ്റെ റെസ്പിറേറ്ററി സൈറ്റാണ് മീസോസോം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫങ്ഷൻ DNA റെപ്ലിക്കേഷൻ. അതിനൊരു DNA ഉണ്ട്, നമ്മൾ പഠിച്ചല്ലേ, സർക്കുലർ ഷേപ്പിലെ DNA ഇൻസിപ്പിയൻ്റ് വിളിച്ചത്. ആ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻവോൾവ് ഇൻ DNA റെപ്ലിക്കേഷൻ അവരുടെ രണ്ടാമത്തെ ഫങ്ഷനാണത്. മൂന്നാമത്തേത്, ബാക്ടീരിയയ്ക്ക് വേണ്ട കെമിക്കൽ റിയാക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ അതിന് എൻസൈമുകൾ വേണം. ബാക്ടീരിയയ്ക്ക് വേണ്ട എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മീസോസോമാണ്. സോ മൂന്നാമത്തെ ഫങ്ഷൻ സെക്രീഷൻ ഓഫ് എൻസൈം, അതാണ് മൂന്നാമത്തെ ഫങ്ഷൻ. നാലാമത്തെ ഫങ്ഷൻ സെൽ വോൾ സിന്തസിസ്.
സെൽ വോൾ സിന്തസിസ് ആണ്. ബാക്ടീരിയയുടെ സെൽ വോളിനെ സിന്തസൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുന്നു. പ്രധാനമായിട്ടും ഈ 4 ഫംഗ്ഷൻ ചെയ്യാൻ സെല്ലുലാർ റെസ്പിറേഷൻ, DNA റെപ്ലിക്കേഷൻ, സെക്രീഷൻ ഓഫ് എൻസൈം ആൻഡ് ഓൾസോ സെൽ വോൾ സിന്തസിസ്, ഈ പ്രധാനപ്പെട്ട 4 ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ അകത്തേക്ക് ഇൻഫോൾഡ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് വിളിക്കും മീസോസോം എന്ന് വിളിക്കുന്നു. അതല്ല ഇത് കുറച്ച് ഇൻഫോൾഡുകളാണല്ലോ, അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ കൂടാൻ സഹായിക്കും എന്നാണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ കൂടാൻ അത് സഹായിക്കുന്നു. അത്രയും സെൽ മെംബ്രെയിൻ. ഇനി സെൽ മെംബ്രെയിൻ തന്നെ നിങ്ങൾക്ക് കാണാൻ കുറേ ഹെയർ ലൈക്ക് സ്ട്രക്ചറുകളെ കാണാം. ഞാൻ ലേബിൾ ഇരിക്കുന്നത് ഫിംബ്രിയെ എന്ന് വിളിക്കും. സോ ഫിംബ്രിയെ ആർ hair like structures arising from plasma membrane that is made up of a protein, namely ഫിംബ്രിൻ എന്ന് വിളിക്കുന്ന ഒരു പ്രോട്ടീൻ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ സ്ട്രക്ചറിനെ ഫിംബ്രി എന്ന് വിളിക്കും. ഫിംബ്രി എന്ന് വിളിക്കുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ ബാക്ടീരിയ ഏത് സർഫസിലാണോ അറ്റാച്ച് ചെയ്ത് ജീവിക്കുന്നത്, ബാക്ടീരിയ വളരുന്ന സർഫസിൽ ആ ബാക്ടീരിയൽ സെല്ലിനെ അറ്റാച്ച് ചെയ്യിപ്പിക്കുക, ഉറപ്പിച്ചിരുത്തുക, അതാണ് ഫിംബ്രിയുടെ ഫങ്ഷൻ. സോ ദേ ഹെൽപ്സ് ദി ബാക്ടീരിയം ടു അറ്റാച്ച് ഓൺ വേരിയസ് സർഫസസ്. അപ്പം അത് ഓർത്തിരിക്കേണ്ട അടുത്ത മെയിൻ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണത്. ഇനി അതിൻ്റെ സെൽ മെംബ്രെയിൻ തന്നെ ബാക്ടീരിയയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചർ, നെയിംലി ഫ്ലജല്ലം. ആ ഫ്ലജല്ല ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് ഫ്ലജല്ലിൻ. അപ്പോൾ ബാക്ടീരിയയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഏതാണ്? ഫ്ലജല്ല. ചില ബാക്ടീരിയയ്ക്ക് ഒരു ഫ്ലജല്ലേ കാണുകയുള്ളൂ, ചില ബാക്ടീരിയയ്ക്ക് 2 ഫ്ലജല്ലകൾ കാണാം, ചിലതിന് ഒരുപാട് ഫ്ലജല്ലകൾ കാണാം, ചിലതിന് ഫ്ലജല്ല കാണത്തില്ല. ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയ നോൺ മോട്ടൈലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ബാക്ടീരിയക്കും, എല്ലാ ടൈപ്പിലെ ബാക്ടീരിയക്കും ഫ്ലജല്ലയുടെ നമ്പർ, പൊസിഷനൊക്കെ ഒരുപോലല്ല, അതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലജല്ല ലോക്കോമോട്ടറി സ്ട്രക്ചർ, ഫിംബ്രിയെ അറ്റാച്ച്മെൻറ്റിനെ സഹായിക്കുന്ന സ്ട്രക്ചറുമാണ്. അപ്പോൾ അത്രയും നമുക്ക് ആ പെരിഫറൽ സ്ട്രക്ചർ കഴിഞ്ഞു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ ദർ ഈസ് എ സ്പേസ്. സെൽ വോളിനും സെൽ മെംബ്രെയിനും ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. സെൽ വോളിൻ്റെ സെൽ മെംബ്രെയിനും ഇടയ്ക്ക് വരുന്ന ഈ ഒരു സ്പേസിനെ നമ്മൾ ഇതിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേര് പെരിപ്ലാസ്റ്റിഡിയൽ. പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് എ സ്പേസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ cell wall and cell membrane, that is called periplasmic space. എന്ന് വിളിക്കും. പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് വിളിക്കും. അത്രയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബൗണ്ടറി കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് സൈറ്റോപ്ലാസം നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. സെല്ലിനകത്ത് സൈറ്റോപ്ലാസം ആദ്യമേ കൊടുത്തിരിക്കുന്ന ഏതാണ് നമ്മൾ പറഞ്ഞില്ല, ഒരു ഇൻസിപ്പിയൻ ന്യൂക്ലിയസ് ഉണ്ട്. ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ജീനുകളെ വെച്ചിരിക്കുന്ന ഒരു സർക്കുലർ ഷേപ്പിലെ DNA, ദാറ്റ് ഈസ് കോൾഡ് ഇൻസിപ്പിയൻ ന്യൂക്ലിയസ്. കണ്ടോ, ഇൻസിപ്പിയൻ ന്യൂക്ലിയസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വന്നത് ആ ഇൻസിപ്പിയൻ ന്യൂക്ലിയസിനെ കൂടാതെ ബാക്ടീരിയയ്ക്ക് ഒരു എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ ഷേപ്പ് DNA കൂടെ ഉണ്ട്. ആ എക്സ്ട്രാ DNA നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കും. എങ്ങനെ വിളിക്കും? പ്ലാസ്മിഡ് DNA. അപ്പോൾ പ്ലാസ്മിഡ്സും എന്താണ്? DNA ആണ്. അത് സാധാരണ ഇൻസിപ്പിയൻ ന്യൂക്ലിയസ് എന്ന DNA കൂടാതെ കാണുന്ന എക്സ്ട്രാ DNA ആണ്. അതുകൊണ്ട് പ്ലാസ്മിഡ്സ് ആർ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA നമ്മൾ വിളിക്കും. ഇനി ഇത് കൂടാതെ ഈ ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസിൽ മറ്റ് സെൽ ഓർഗനിലായ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി ബോഡി, അതുപോലെ മൈറ്റോകോൺട്രിയ, ഇങ്ങനെയുള്ള സെൽ ഓർഗൻസ് ഒന്നും ഇല്ല. നമ്മൾ ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി ബോഡി, ലൈസോസോം, ഇതൊക്കെ മെംബ്രെയിൻ ബോണ്ടാണ്. മൈറ്റോകോൺട്രിയ ഇതൊക്കെ മെംബ്രെയിനോട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഓർഗനിലാണ്. ഇത്തരം മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് എല്ലാം ടോട്ടലി പ്രോക്യാരിയോട്ടിന് ആബ്സെൻ്റ് ആണ്. മെംബ്രെയിൻ ബൗണ്ടഡായ ഓർഗനൽസ് എല്ലാം ടോട്ടലി ബാക്ടീരിയകൾക്ക് ആബ്സെൻ്റ് ആണ്. എന്നാൽ ഒരു ഓർഗനിലുണ്ട്. മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് എല്ലാം ആബ്സെൻ്റ് ആണെന്ന് പറയുകയും എന്നാൽ ഇനി ഒരു ഓർഗനിലുണ്ടെന്ന് പറയുകയും കൂടെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ആ ഉള്ള ഓർഗനിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. ദാറ്റ് ഈസ് റൈബോസോം. കേട്ടോ, റൈബോസോം. അപ്പോൾ നമ്മൾ റൈബോസോം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്കും റൈബോസോം ഉണ്ട്, പ്രോക്യാരിയോട്ടും ഉണ്ട്. പ്രോക്യാരിയോട്ടായ ബാക്ടീരിയയുടെ റൈബോസോമിൻ്റെ അളവ് നമ്മൾ 70S ടൈപ്പ് എന്ന് വിളിക്കും.
70S ടൈപ്പ് എന്ന് വിളിക്കും. എങ്ങനെ വിളിക്കും? 70S ടൈപ്പ്. ഈ എസ് എന്ന് പറയുന്നത് എസ് സ്റ്റാൻഡ്സ് ഫോർ ദ യൂണിറ്റ് ഓഫ് റൈബോസോം. ആ യൂണിറ്റിനെ നമ്മൾ സ്വെഡ്ബർഗ് എന്ന് വിളിക്കും. ആ യൂണിറ്റിനെ നമ്മൾ സ്വെഡ്ബർഗ് യൂണിറ്റ് സ്വെഡ്ബർഗ് എന്ന് പറയും. സ്വെഡ്ബർഗിൻ്റെ എസ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത്, അപ്പം നമ്മൾ കടയിൽ ചെന്നിട്ട് അരി വാങ്ങിക്കുന്നത് കിലോ ആയിട്ടാണ് വാങ്ങിക്കുന്നത് അല്ലേ, നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് ലിറ്ററായിട്ട് വാങ്ങിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ യൂണിറ്റാണ് സ്വെഡ്ബർഗ്. ഇനി എന്താണ് സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സെല്ലിൽ കിടക്കുന്ന റൈബോസോമിനെ നമുക്ക് വേർതിരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു സെല്ലിൽ കിടക്കുന്ന ഓർഗനെ വേർതിരിച്ച് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് നമ്മൾ സെൻട്രിഫ്യൂജ് എന്ന് വിളിക്കുന്ന മെഷീൻ. അതിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിളിനെ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ്. അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്ത് പാർട്ടിക്കിൾസ് സെഡിമെൻറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറയും. ഒരു സെല്ല് റൈബോസോമിനെ നമ്മൾ സെഡിമെൻറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന അളവാണ് നമ്മൾ സ്വെഡ്ബർഗ്. അത് എത്രയാ? 70S ടൈപ്പ് എന്ന് വിളിക്കും. എന്നാൽ 70S ടൈപ്പ് റൈബോസോമ സെല്ലിനകത്തിൽ ഇത് 2 സബ് യൂണിറ്റായിട്ടാണ് നിൽക്കുന്നത്. 2 സബ് യൂണിറ്റുകളാകുമ്പോൾ ഒന്ന് ലാർജർ സബ് യൂണിറ്റ് 50 സ്വെഡ്ബർഗും രണ്ടാമത്തേത് ഒരു സ്മോളർ സബ് യൂണിറ്റ് 30S. ലാർജർ ഈ സബ് യൂണിറ്റ് 50S, സ്മോളർ സബ് യൂണിറ്റ് 30S. ലാർജർ 50S, സ്മോളർ 30S സബ് യൂണിറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 80 വരുമല്ലോ, പിന്നെ ഞാൻ അവിടെ 70 അല്ലേ എഴുതിയിട്ടുള്ളതെന്ന്. അപ്പോൾ സെല്ലിനകത്തിൽ ഇത് 50S ആയിട്ടും 30S ആയിട്ടും നിൽക്കുന്നു. മനസ്സിലായോ? നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ വഴി നമ്മളിതിനെ സെഡിമെൻറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അളവ് എത്രയേ ഉള്ളൂ? 70S കിട്ടുകയുള്ളൂ. അതാണ് സ്വെഡ്ബർഗ്. സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് സ്വെഡ്ബർഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ സെല്ലിനകത്ത് അത് 50S 30S ഇവിടെ നിൽക്കുന്നു. നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രോസസ്സ് വഴി റൈബോസോമിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് സെഡിമെൻറ്റ് ചെയ്ത് മാറ്റിയെടുത്താൽ നമുക്ക് സെഡിമെൻറ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെ അളവ് എത്രയേ ഉള്ളൂ? 70S ടൈപ്പുകൾ. അതാണ് നമ്മളങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 70S ടൈപ്പിലെ റൈബോസോമുകൾ. അപ്പോൾ നമുക്ക് ആ റൈബോസോമിനെ നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. അപ്പോൾ ഇതിനകത്തിൽ റൈബോസോമിനെ ഞാനിങ്ങനെ കൊടുക്കുന്നു. ഞാൻ ഈ വരച്ചിരിക്കുന്ന റൈബോസോമിനെ, അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. റൈബോസോം കണ്ടോ. അപ്പം ഇനി അത് അല്ലാതെ വേറെ സെൽ ഓർഗൻസ് ഒന്നുമില്ല. അപ്പോൾ റൈബോസോമിന് മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനലാണ്, നോൺ മെംബ്രെയിനസ് ആണ്. ബാക്കി നമ്മൾ പഠിക്കുന്ന ഓർഗനിലെല്ലാം മെംബ്രെയിൻ കൊണ്ടാണ്. മെംബ്രെയിൻ കൊണ്ടായ ഓരോ ഓർഗനിൽ പോലും പ്രോക്യാരിയോട്ടുകൾക്ക് ഇല്ല. ഇതല്ലാതെ ബാക്ടീരിയക്ക് ഇനിയും അവരുടെ ഫുഡിനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗ്രാനുലാർ സ്ട്രക്ചറിനെ കാണത്തുള്ളൂ. അവരെ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കും. എങ്ങനെ വിളിക്കും? ഇൻക്ലൂഷൻ ബോഡീസ്. അപ്പോൾ അത്തരത്തിലെ കുറേ ഇൻക്ലൂഷൻ ബോഡീസും കൂടെ ഇവിടെ കാണാം. ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗ്രാനുലാർ സ്ട്രക്ചറാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കുന്നത്. നമുക്കതിനെ ഒന്ന് ലേബിൾ ചെയ്യാം. ഇവിടെ ഇൻക്ലൂഷൻ ബോഡീസ്, ഇൻക്ലൂഷൻ ബോഡി എന്ന് വിളിക്കാം കണ്ടോ. അപ്പോൾ ഇൻക്ലൂഷൻ ബോഡി അവർ ചില ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഫോസ്ഫേറ്റിനെ ആയിരിക്കും, ചില ബാക്ടീരിയ യൂസ് ചെയ്യുന്ന സൾഫറിനെ ആയിരിക്കും, ചില ബാക്ടീരിയ ലിപ്പിഡിനെ ആയിരിക്കും, ചില ബാക്ടീരിയ ഗ്ലൈക്കോജൻ ആണ്, സ്റ്റാർച്ചാണ്. അപ്പോൾ ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഗ്രാനുകളാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ബാക്ടീരിയയുടെ പൊതുവായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. നമ്മൾ നിങ്ങളുടെ +1 ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അല്പം കൂടെ ഡീറ്റെയിൽസ് വീണ്ടും പഠിക്കുകയും കൂടെ ചെയ്യും. ഇത് പാർട്ടുകൾ ഇത്രയാണ് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ, അതായത് ഗ്ലൈക്കോകാലിക്സിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ നമ്മൾ പറയും. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, പ്ലാസ്മ മെംബ്രെയിനിൽ എന്തൊക്കെ ഉണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് സ്ട്രക്ചർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. നമുക്ക് നമ്മുടെ ബ്രിഡ്ജിനകത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മതി. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെല്ലിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ മാത്രം മതി. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് +1 കയറുമ്പോൾ നമുക്ക് പഠിക്കാം. പോരെ? അതല്ലേ നമുക്ക് നല്ലത്.